നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിലെ കരടായി മാറിയ, അതല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ അസ്ഥിവാരം തോണ്ടാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഞമ്മന്റെ അൻപറിക്ക ഉണ്ടല്ലോ, സുഡാപ്പി ജിഹാദി അൻപറിക്ക. ഈ അൻപറിക്ക സത്യത്തിൽ ആരാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായി ഇന്നിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇസ്ലാമിക ജിഹാദിയാണ്, ഭീകരവാദിയാണ്, ഇവിടെ കള്ളക്കടത്തിന്റെയും കൊള്ളക്കാരുടെയും കൂട്ടു നിൽക്കാൻ വേണ്ടി പിറന്നവനാണ്, അതല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളെ അരിച്ചു പെറുക്കി നശിപ്പിച്ചതിന് ശേഷം ഇവിടുത്തെ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ബലാത്സംഗ വീരന്മാർക്കായിക്കോട്ടെ, ഏതൊരു വിഭാഗമായിക്കോട്ടെ, അവർക്കൊക്കെ സ്വച്ഛം ഇവിടെ വിഹരിക്കാനുള്ള മലപ്പുറം പാകിസ്ഥാൻ, കേരളത്തിന്റെ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന മാപ്പിളസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടി പിറന്നവനാണെന്നും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിലാണ് ജിതിൻ ജേക്കബ് എന്ന് പറയുന്ന, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. ജിതിൻ ജേക്കബ് കഴിഞ്ഞ രാത്രി എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊന്ന് വായിക്കേണ്ടത് തന്നെയാണ്. അത്ര കണ്ടുള്ള വലിയ കാര്യങ്ങളാണ് അദ്ദേഹം അതിലൂടെ, അദ്ദേഹത്തിന്റെ ആ ഒരു വിശകലനത്തിലൂടെ നമ്മളോട് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെയാണ് വരുന്നത്. ഇടത് സ്വതന്ത്രൻ എന്ന ലേബലിൽ എത്തിയ ഞമ്മന്റെ അൻപറിക്ക MLA KT ജലീൽ MLA, മുൻ MLA കാരാട്ട് റസാക്ക് എന്നിവർ നേതൃത്വം നൽകുന്ന മാപ്പിള കലാപത്തിന്റെ ലക്ഷ്യങ്ങൾ രണ്ടാണ്. ഒന്നാമത്തെ കാരണം ഇന്നലത്തെ ഈ അൻപറിക്കയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെയുണ്ട്. നോക്കൂ, ഈ അൻപറിക്ക എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു കുളം തോണ്ടാൻ വന്നിട്ടുള്ള ഈ ചങ്ങാതിയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം കണ്ടവർമാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അയാൾ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന്. അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നന്നാക്കാനോ അതല്ലെങ്കിൽ പോലീസ് സംവിധാനത്തെ നന്നാക്കാനോ ഈ നാട്ടുകാരെ സേവിക്കാനോ ഒന്നുമല്ല ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഈ നാട്ടിലെ ഇസ്ലാമിക കൊടും ഭീകരന്മാർക്ക് മലപ്പുറം എന്ന് പറയുന്ന, അതല്ലെങ്കിൽ മലബാർ എന്ന് പറയുന്ന ഈ പ്രദേശം, പണ്ട് നമ്മുടെ വാര്യംകുന്നൻ ഉണ്ടായിരുന്നല്ലോ, ഈ വാര്യംകുന്നൻ ശ്രമിച്ചതും ഇതൊരു പ്രത്യേക രാജ്യമാക്കി നിലനിർത്താൻ വേണ്ടി തന്നെയായിരുന്നു. അതിന്റെ രണ്ടാം പതിപ്പാണ് ആ മാപ്പിള കലാപത്തിന്റെ, ആ മാപ്പിള വർഗീയ ലഹളയുടെ 1921 നമ്മൾ എല്ലാവരും കടന്നു വന്ന അതിന്റെ രണ്ടാം പതിപ്പാണ് 100 വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം 2024 അരങ്ങേറുന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഇനിയോ, അൻവർ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത് സ്വർണ്ണ കള്ളക്കടത്തുകാർ നികുതിയാണ് വെട്ടിക്കുന്നത്, അല്ലാതെ കളവ് മുതലല്ല. ഇത് കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നത് എന്നാണ്. അതിൽ തന്നെ അൻവർ ആരാണെന്നും അയാളുടെ ലക്ഷ്യം എന്താണെന്നും പകൽ പോലെ വ്യക്തമാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അൻപറിക്കയുടെ വാർത്താ സമ്മേളനം കണ്ടവർക്ക് അറിയാം. അയാൾ ചോദിച്ച ഒരു കാര്യമുണ്ട് വാർത്താ സമ്മേളനത്തിൽ, സ്വർണ്ണ കള്ളക്കടത്തുകാർ നികുതിയാണ് വെട്ടിക്കുന്നത്. നോക്കൂ, എത്ര ലളിതവൽക്കരിച്ചു കൊണ്ടാണ് ഈ സ്വർണ്ണ കള്ളക്കടത്തുകാരെ വെളുപ്പിക്കാൻ വേണ്ടി ഈ അൻപറിക്ക ഇറങ്ങിയത് എന്നതിലെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ കളവ് മുതലല്ല. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ വേണ്ടി, ഇസ്ലാമിക കൊടും ഭീകരന്മാർക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഇവിടേക്ക് സ്വർണം ഗുദത്തിലും അവിടെയും അപ്പുറം ഇപ്പുറമൊക്കെ ഉമ്മറും പിന്നാമ്പുറം ഒക്കെ സ്വർണം നിറച്ചു കൊണ്ടുവരുന്ന ഞമ്മന്റെ ആളുകളുണ്ടല്ലോ, അവർ വെട്ടിക്കുന്നത് നികുതി മാത്രമാണ്, അല്ലാതെ മറ്റൊന്നും അവർ ചെയ്യുന്നില്ല. നിഷ്കുകളാണ് അവർ. രാജ്യത്തിനെതിരെ ഒന്നും അവർ ചെയ്യുന്നില്ല എന്നാണ് ഞമ്മന്റെ അൻപറിക്ക കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മാത്രമല്ല, അയാൾ ചോദിക്കുകയാണ് കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നത് എന്ന്. ഇനി ഈ പോലീസും ഈ കസ്റ്റംസും പിടിച്ചു കഴിഞ്ഞാലുള്ള വ്യത്യാസം കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതിൽ തന്നെ അൻവർ ആരാണെന്നും അയാളുടെ ലക്ഷ്യം എന്താണെന്നും പകൽ പോലെ വ്യക്തം. ഇനി എന്താണ് സ്വർണ്ണക്കള്ളക്കടത്ത് പോലീസ് പിടിച്ചാലും സ്വർണ്ണക്കള്ളക്കടത്ത് ഈ പറയുന്ന കസ്റ്റംസ് പിടിച്ചാലും എന്ന ആ ഒരു വിശദ വിവരം നമ്മുടെ ജിതിൻ ജേക്കബ് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, സ്വർണ്ണക്കള്ളക്കടത്ത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് പിടികൂടിയാൽ പിഴ അടച്ച് ഏതൊരാൾക്കും ഊരിപ്പോവാം. പക്ഷെ പോലീസാണ് പിടികൂടുന്നതെങ്കിൽ അകത്ത് പോകും. അതാണ് മാപ്പിള കലാപകാരികളെ കുണ്ഠിതപ്പെടുത്തുന്നത്. ഏതൊക്കെയായി ഈ മാപ്പിള കലാപകാരികൾ? ഈ അൻപറിക്കയും പിന്നെയോ ഖുറാന്റെ ഉള്ളിലും ഈന്തപ്പഴത്തിന്റെ ഉള്ളിലും സ്വർണം കടത്തിയോ എന്ന് ആരോപണം നേരിട്ട് അവസാനം പദവി ഒഴിഞ്ഞു പോവേണ്ടി വന്ന പിണറായി വിജയന്റെ ആദ്യ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന KT ജലീൽ, ഞമ്മന്റെ കുഞ്ഞാപ്പ, ഈ ചങ്ങാതി ഉണ്ടല്ലോ ജലീലിപ്പ, ഈ ജലീലിപ്പയാണ്. പിന്നെയോ കാരാട്ട് റസാക്ക്. കാരാട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഓർമ്മ വരിക നമ്മന്റെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സഞ്ചരിച്ച മിനി കൂപ്പറാണ്. ഈ മിനി കൂപ്പറിന്റെ പ്രത്യേകത എന്താ? അവിടുത്തെ ഈ കാരാട്ടുമാരുടെ കുടുംബത്തിലെ കൊള്ളക്കാരൻ, ഒരു വലിയ കൊള്ളക്കാരന്റെ വാഹനമായിരുന്നു അന്ന് ഈ കോടിയേരി ബാലകൃഷ്ണൻ അയാളുടെ ഒരു യാത്രയിൽ ഉപയോഗിച്ചിരുന്നത്. അത് നിഷ്കുവാണ്, നിഷ്കു. ഇനിയും പറയുന്നുണ്ട്,
അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കസ്റ്റംസ് പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടച്ചൊഴിവാവാം, പക്ഷെ പോലീസ് പിടിച്ചാൽ ഉള്ളിൽ പോവേണ്ടി വരും. അപ്പൊ ഈ മലപ്പുറം ജില്ലയിൽ ഈ കോഴിക്കോട്, നിങ്ങൾ നോക്കൂ, കരിപ്പൂർ എയർപോർട്ട് എന്ന് നിങ്ങൾ കേട്ടില്ലേ? കോഴിക്കോട് എയർപോർട്ട് എന്നൊക്കെ പറയാറുണ്ട് അതിന്. പക്ഷെ അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്നെങ്കിലും നിങ്ങൾ അറിയുക. ഈ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ എയർപോർട്ട് വഴിയും ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒരു എയർപോർട്ടാണ് ഈ കരിപ്പൂർ എയർപോർട്ട്. അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്, അല്ലാതെ കോഴിക്കോട് ജില്ലയിൽ അല്ല ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടത്തെ മലപ്പുറം ജില്ലയിലെ പോലീസ് ഈ പറയുന്ന കള്ളക്കടത്തുകാരെ പിടിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഉള്ളിലേക്ക് പോകും. മാത്രമല്ല ഈ കസ്റ്റംസ് പിടിച്ചു കഴിഞ്ഞാലുള്ള ഫൈൻ അടയ്ക്കൽ പരിപാടി ഉണ്ടല്ലോ, അത് നടക്കില്ല. അപ്പൊ ഇവിടത്തെ പോലീസ് സംവിധാനത്തെ ഏറ്റവും മോശമായ രീതിയിലേക്ക് മാറ്റേണ്ടത് ഇവിടത്തെ മാപ്പിള കലാപകാരികളായിട്ടുള്ള ഈ അൻപറിക്കയും ഈ ജലീലിക്കയും പിന്നെയോ കാരാട്ട് റസാക്കും ഇവരൊക്കെ കൂടിയിട്ടുള്ള ഇനി പുതിയൊരു അവതാരം വരാനുണ്ട്. അതാരെന്നറിയാമോ? അത് ഇതിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള പുതിയൊരു അവതാരം കൂടി, ഒരു ജിഹാദി കൂടി വരാനുണ്ട്. ഇനി ജിതിൻ ജേക്കബ് പറയുന്നു, മലപ്പുറം ജില്ലയിൽ പോലീസ് അനാവശ്യമായി കേസുകൾ എടുക്കുന്നു എന്നാണ് മാപ്പിള കലാപകാരികൾ ആരോപിക്കുന്നത്. മാപ്പിള കലാപകാരികൾ ആരാന്ന് മനസ്സിലായല്ലോ? രണ്ടാം വാര്യംകുന്നനാവാൻ വേണ്ടിയാണ് ഞമ്മന്റെ ഈ അൻപറിക്ക ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കുക. അത്തരത്തിൽ ഈ പറയുന്ന മാപ്പിള കലാപകാരികൾ ആരോപിക്കുന്നത്, അതായത് സ്വർണം, മയക്കുമരുന്ന്, കള്ളപ്പണം എന്നിവ കടത്തുന്ന കുറ്റകൃത്യങ്ങളെ കേരള പോലീസ് കണ്ടില്ല എന്ന് നടിക്കണം എന്നാണ് ഞമ്മന്റെ ഈ രണ്ടാം വാര്യംകുന്നനായിട്ടുള്ള അൻപറിക്ക അടക്കമുള്ള കലാപകാരികളുടെ ആവശ്യം. കേരളത്തിൽ ഇപ്പോൾ ഉള്ള സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ ചിറകരിയാനുള്ള വിവിധ ഏജൻസികളുടെ ശ്രമങ്ങളെ തടയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരുന്നു. ഇനി ജിതിൻ ജേക്കബ് കൂട്ടിച്ചേർക്കുന്ന ഒന്നുകൂടെ, മാപ്പിള കലാപത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം CPM എന്ന പാർട്ടിയെ പൂർണ്ണമായി പിടിച്ചെടുത്ത് ഇസ്ലാമികവൽക്കരിക്കുക എന്നത് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അവസാനം ഒന്നുകൂടെ പറയേണ്ടതുണ്ട്. ഞമ്മന്റെ പട്ടാമ്പി MLA ആയിട്ടുള്ള മുഹസിൻ ഉണ്ടല്ലോ, ഈ മുഹസിന്റെ വലിയൊരു സംഭവം വരാനുണ്ട്, അതുകൂടി കേൾക്കേണ്ടതുണ്ട്. പക്ഷേ അൻവറും കൂട്ടരും ഈ അൻപറിക്കയും കൂട്ടരും മനസ്സിലാക്കാതെ പോയ ഒരു കാര്യം, CPM-ലെ ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കൾ കാരണഭൂതന്റെ പിന്തുണയോടെ അവരെ സമർത്ഥമായി ഉപയോഗിക്കുക ആയിരുന്നു എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ CPM-ലുള്ള സഖാക്കന്മാർക്കിടയിലുള്ള ഹിന്ദു ക്രിസ്ത്യൻസ് ഉണ്ടല്ലോ, ഇവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കലാപകാരികളായിട്ടുള്ള, അതല്ലെങ്കിൽ രണ്ടാം ഇവിടത്തെ ഈ വാര്യംകുന്നനാവാൻ ശ്രമിക്കുന്ന KT ജലീലിപ്പയായാലും കാരാട്ട് റസാക്കായാലും പിന്നെ ഞമ്മന്റെ അൻപറിക്കയായാലും ഇവരെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇനി മറ്റൊന്ന് വരികയാണ്, CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ ഹിന്ദു പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന CPM-ന്റെ ഇപ്പോഴത്തെ നില പരിതാപകരമാണ്. പഴയ പോപ്പുലർ ഫ്രണ്ടുകാരാണ് പലയിടത്തും പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത്. ഇതിന് ഒരേ ഒരു ഉദാഹരണം മതി. ആലപ്പുഴ ജില്ലയിലെ CPM പാർട്ടി, ഞമ്മന്റെ മുൻപൊരു മന്ത്രിയായിരുന്ന ഒരു ചങ്ങാതി ഉണ്ടല്ലോ, ആ പാവം പിടിച്ച കിളവൻ ഇന്നിപ്പോൾ ഒരു പട്ടിയുടെ വില പോലും ഇല്ലാതെ CPM-ന്റെ ആ ഏഴരികത്ത് പോലും ചെല്ലാൻ പറ്റാത്ത രീതിയിലേക്ക് ആലപ്പുഴ ജില്ലയിലെ പ്രമുഖനായിട്ടുള്ള ഞമ്മന്റെ സുധാകരേട്ടൻ ഉണ്ടല്ലോ, ആ സുധാകരേട്ടന്റെ അവസ്ഥ അങ്ങനെ മാറിയിട്ടുണ്ട്. ഇനി പാർട്ടിയെ ഇസ്ലാമിക മത തീവ്രവാദികൾ ഏറെക്കുറെ വിഴുങ്ങി എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി പാർട്ടി കേഡർമാർ കൂട്ടത്തോടെ BJPക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളിൽ പലതിലും CPM 3-ാം സ്ഥാനത്ത് വരെ ആയിപ്പോയി. ഇതാണ് യാഥാർത്ഥ്യം. ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് നോക്കും, 11 ഇടങ്ങളിലാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ, 11 നിയമസഭാ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് BJP 1-ാം സ്ഥാനത്തെത്തിയത്? ചിന്തിക്കേണ്ട കാര്യമല്ലേ? നോക്കൂ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിനെ പൂരം കലക്കിക്കൊണ്ട് RSS-ഉം CPM-ഉം ഇടപെട്ടുകൊണ്ട്, അതല്ലെങ്കിൽ പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മോദിജി RSS-കാർ കൃത്യമായിട്ടും ഇവിടെ ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെയാണ് സുരേഷ് ഗോപി 50,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് എന്ന് ചെറുതാക്കി കാണിക്കാൻ വേണ്ടി എന്തിനാണ് CPM-ഉം കോൺഗ്രസും ഇത്ര വ്യഗ്രത പൂണ്ടതെന്നറിയാമോ? അവിടെയാണ് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJP ആയിരുന്നു 1-ാം സ്ഥാനത്ത്. അവിടെ നിന്ന് ഈ CPM എന്ന് പറയുന്ന ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നത് കനലൊരു തരിയായി ഒരുത്തൻ മാത്രം അവശേഷിച്ചു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ അത്ര ഉറച്ച സീറ്റായിട്ടുള്ള തൃശ്ശൂർ എങ്ങനെയാണ്, അതല്ലെങ്കിൽ CPM-ന്റെ ആ ഒരു ഉറച്ച സീറ്റുള്ള തൃശ്ശൂർ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് അറിയുന്നവന്മാർക്ക് അറിയാൻ പറ്റും. BJP-യിലേക്ക് കൂട്ടത്തോടെ കോൺഗ്രസ്സുകാരും CPM-കാരുമായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടിയൊഴുക്ക് നടന്നു എന്നുള്ളത് ഇവന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് എന്താ?
അവിടെയാണ് നമ്മൾ പാലാ ബിഷപ്പിന്റെ വിഷയമായാലും പൂഞ്ഞാറിലെ വിഷയമായാലും ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത്. പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായി മനസ്സിലായി ഹിന്ദു സഖാക്കന്മാർ, ക്രിസ്ത്യൻ സഖാക്കന്മാർ, ഇവർക്ക് കാര്യം മനസ്സിലായി. ഇവർ BJP-യിലേക്ക് കൂട്ടത്തോടെ ഒഴുകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെ തെറ്റിച്ചുകൊണ്ടും ന്യൂനപക്ഷമായുള്ള ക്രിസ്ത്യൻസിനെ തെറ്റിച്ചുകൊണ്ടും മുന്നോട്ട് പോയി ഇസ്ലാമിക കൊടുംഭീകരന്മാരെ സുഖിപ്പിച്ച് മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അഴിയെണ്ണേണ്ടി വരും, തീഹാർ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങൾ ഞമ്മന്റെ പരട്ടച്ചങ്കൻ ചില നിലപാടൊക്കെ എടുത്തിട്ടുണ്ട്. അതാണ് താഴെ വരുന്നത്. ജിതിൻ ജേക്കബ് വീണ്ടും പറയുകയാണ്, ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്ക് കേരളത്തിലും പാർട്ടി പോകുന്നു എന്ന തിരിച്ചറിവാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ. പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ പോയാൽ പിന്നെ പാർട്ടി ഇല്ല. 10% ഹിന്ദു വോട്ടെങ്കിലും CPM-ന് നഷ്ടമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഇനിയും കൂടുകയുള്ളൂ. പാർട്ടി കുടുംബങ്ങൾ പോലും BJP-യിലേക്ക് പൂർണ്ണമായി മാറി. നോക്കൂ, ഈ അടുത്ത നാളിൽ തൃശ്ശൂരിൽ നിന്ന് വന്ന വാർത്ത എന്തായിരുന്നു? BJP ഓഫീസായിട്ട് ഇന്ന് ഏതാണ് ഉപയോഗിക്കുന്നത് അറിയാമോ? മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM-ന്റെ പാർട്ടി ഓഫീസ് ഇപ്പൊ BJP ഓഫീസായി. എന്താ കാരണം? കുടുംബത്തോടെ മാത്രമല്ല, ആ മണ്ഡലത്തിലെ പൂർണ്ണമായിട്ടും ആ സ്ഥലത്തെ പൂർണ്ണമായിട്ടുള്ള ആളുകൾ CPM ആളുകൾ എന്ത് ചെയ്തു? BJP-യിലേക്ക് പോയി. അതുകൊണ്ട് CPM-ന്റെ പാർട്ടി ഓഫീസ് എന്തായി മാറി? BJP-യുടെ പാർട്ടി ഓഫീസായി മാറി എന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതല്ലേ? അത്തരത്തിൽ പാർട്ടി കുടുംബങ്ങൾ പോലും BJP-യിലേക്ക് പൂർണ്ണമായി മാറി. അവർക്ക് വിശ്വാസം ഇന്ന് BJP മാത്രമാണ്. രാജ്യം ഭരിക്കുന്ന, ലോകം ഭരിക്കുന്ന BJP-യെ മാത്രമാണ്, RSS-നെ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ജിതിൻ ജേക്കബ് പറയുകയാണ്, രാജ്യദ്രോഹം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ട് എന്ന ആരോപണമുള്ള മാപ്പിള കലാപകാരികൾ ആരൊക്കെയാ? ഞമ്മന്റെ ജലീലാക്ക, പിന്നെയോ അൻപറിക്ക, കാരാട്ട് റസാക്ക്, ഇനി വരാനിരിക്കുന്ന മുഹസിൻ പട്ടാമ്പി, ഇവരൊക്കെ ഇത്തരത്തിലുള്ള മാപ്പിള കലാപകാരികളെ കാരണഭൂതൻ തന്നെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അടിച്ചമർത്തും. അൻവറിനെ, ഈ പറയുന്ന അൻപറിക്കയുണ്ടല്ലോ പോലെയുള്ള ക്രിമിനൽ രാജ്യദ്രോഹ പശ്ചാത്തലമുള്ള ഒരാളെ തുറന്നു കാണിക്കാൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന കാരണഭൂതത്തിന് എളുപ്പം കഴിയുകയും ചെയ്യും. അതോടെ ഇന്ന് അൻപറിക്ക് ജയ് വിളിക്കുന്നവർ നേരം അറിയും. അതായത് ഇസ്ലാമിക ജിഹാദികളെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് ഇവിടെ പണി കിട്ടുമെന്ന് ഞമ്മന്റെ കാരണഭൂതനായിട്ടുള്ള പിണറായി തമ്പുരാന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അൻപറിക്കയെ ഒരു തെരുവ് പട്ടിയുടെ വില പോലും ഇല്ലാതെ ഇങ്ങനെ ചെവിയിൽ തൂക്കിപ്പിടിച്ച് പോടാ ദേശേ എന്നും പറഞ്ഞ് ഈ പിണറായി തമ്പുരാൻ പുറത്തേക്കിട്ടത് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലൂടെ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയോ, പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് ഇടത് സ്വതന്ത്രർ എന്ന് വിശേഷമുള്ള മാപ്പിള കലാപകാരികൾ ഉന്നയിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? RSS ബന്ധമൊക്കെ പറഞ്ഞുള്ള നിലവിളി ഇനി കേരളത്തിൽ ഏൽക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന്റെ പേരിൽ ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നുമില്ല. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ADGP ആയിട്ടുള്ള അജിത് കുമാർ ആയിക്കോട്ടെ, ഏതൊക്കെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, CPM-ന്റെ സമുന്നത നേതാക്കന്മാരായിക്കോട്ടെ, ഇവരൊക്കെ ആരാന്നാ ഇപ്പൊ ഞമ്മന്റെ അൻപറിക്ക പറയുന്നത്, നിലമ്പൂർ അൻപറിക്ക പറയുന്നത്? അതൊക്കെ RSS-ന്റെ ചാരന്മാരാണ്. അതായത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി തമ്പുരാന്റെ താഴെയുള്ള ADGP ആയാലും DGP ആയാലും താഴോട്ടും മേലോട്ടുള്ള ആൾക്കാരായാലും ഈ P ശശി അടക്കമുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി ആയാലും ഇവരൊക്കെ RSS-ന്റെ ചാരന്മാരാ എന്ന ഞമ്മന്റെ ഈ മാപ്പിള കലാപകാരിയായിട്ടുള്ള അൻപറിക്ക പറയുന്നത്. അപ്പൊ പിണറായി തമ്പുരാന് പൊള്ളാതിരിക്കോ? വെറുതെയാണോ പിണറായി തമ്പുരാൻ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ തൂക്കിയെടുത്ത് പുറത്തോട്ടിട്ടത്? ഇനി വരികയാണ്, പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ NIA പൊക്കിയത് കാരണഭൂതന്റെ കൂടെ പിന്തുണയോടെ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. വോട്ട് കിട്ടാൻ വേണ്ടി ഷേവ് ഗാസ എന്നൊക്കെ തള്ളും. എങ്കിലും കേന്ദ്രം പറയുന്നതിന്റെ അപ്പുറം കാരണഭൂതൻ നിൽക്കില്ല. നോക്കൂ, ഇവിടെ പൗരത്വ ഭേദഗതി ഇവിടെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ പൊക്കിയത് എങ്ങനെയെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. രായ്ക്കു രാമാനം മണിക്കൂറുകൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ പൂർണ്ണത്തിനെ എടുത്തുകൊണ്ട് തീഹാർ ജയിലിലേക്ക്, ഡൽഹിയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂണ്ടുവിളയാടുകയായിരുന്ന ഹിന്ദുവിനോടും ക്രിസ്ത്യനോടും അവിലും മലരും കുന്തിരിക്കവും കരുതി വെച്ച നിന്റെയൊക്കെ കാലന്മാരായി ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെയുള്ള മുസ്ലിങ്ങൾ കടന്നു വരുമെന്ന് പറഞ്ഞപ്പോൾ നിമിഷങ്ങൾക്കകം എല്ലാത്തിനെയും എടുത്ത് തീഹാർ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പിണറായി തമ്പുരാൻ അറിയാം, ഇവിടെ ഒരു അന്തം കമ്മി മെനക്കെട്ടാലും ഒന്നും നടക്കൂല. കാരണം ഭാരതം ഭരിക്കുന്നത് BJP ആണ്. ഭാരതത്തിന്റെ ഭരിക്കുന്ന BJP പാർട്ടിയുടെ പിന്നിലുള്ളത് RSS ആണ്. ഈ RSS ലോകത്താകമാനമുണ്ട്. അല്ലാതെ ഈ പാവയ്ക്ക വലുപ്പത്തിലുള്ള ഈ കേരളത്തിൽ മാത്രമല്ല, ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള RSS-കാണ് അണിചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു അന്തം കമ്മിയും അനങ്ങില്ലാതെ. ഇവിടെ കേരളത്തിൽ പുളച്ചോട്ടെ, ഇസ്ലാമിക ജിഹാദികൾ പുളച്ചോട്ടെ, ഏതെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ പുളയ്ക്കുന്നുണ്ടോ?
ഉണ്ടോ? RSS ശക്തിയുള്ള, ഹിന്ദു ശക്തിയുള്ള, തീവ്ര ഹിന്ദുത്വം ശക്തി ആർജിച്ച സ്ഥലങ്ങളിൽ ഈ പറയുന്ന സുഡാപ്പികൾ പുളയ്ക്കാറുണ്ടോ? ഇല്ല. പിന്നെ എവിടെയാ പുളയ്ക്കുക? ഇവിടെ പുളയ്ക്കും, പിന്നെയോ തമിഴ്നാട്ടിൽ പുളയ്ക്കും, പിന്നെയോ ബംഗാളിൽ പുളയ്ക്കും. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ നിരന്ന് നിന്ന് മൂത്രമൊഴിച്ച് ഭാരതത്തിന്റെ അങ്ങേ തലക്കിൽ നിന്ന് അങ്ങോട്ട് മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങേ തലക്കിലുള്ള ഈ ജിഹാദികൾ ഒഴുകിക്കൊണ്ട് അറബിക്കടലിൽ ചേരുമെന്ന് പിണറായി തമ്പുരാൻ അറിയാം. അതുകൊണ്ട് ഈ ജിഹാദികളെ നമ്പിയിരുന്നു കഴിഞ്ഞാൽ തന്റെ ബാക്കി ഇഹലോകവാസം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇഹലോകവാസം പൊട്ടോട്ടെ, ഈ ബാക്കിയുള്ള വാസം, ഇനിയുള്ള വാസം തീഹാർ ജയിലിലാവുമെന്ന് പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് കളിക്കാൻ നിൽക്കില്ല. ഇനിയോ കേരളത്തിൽ നിന്നുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റ് ജയരാജൻ ഇപ്പോൾ ചർച്ച ആക്കിയതും വെറുതെയല്ല. കണ്ണൂരിന്റെ പ്രിയപ്പെട്ട ജയരാജൻ, പിന്നെയോ ഭയരാജൻ, പിന്നെയോ യമരാജൻ എന്നൊക്കെ പേരുള്ള ജയരാജൻ എന്തുകൊണ്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കേരളത്തിൽ നിന്നാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അയാൾക്കും മനസ്സിലായെന്നേ. കണ്ണൂർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിവേരിളകി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തട്ടകത്തിൽ അടിവേരിളകി അവിടെയൊക്കെ ഇന്നിപ്പോൾ സംഘ RSSന്റെ ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, തീവ്ര ഹിന്ദുത്വം ആയിക്കോട്ടെ, അതിനോട് ചേർന്ന് നിന്ന് കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചേർന്ന് നിന്ന് ഇങ്ങനെ CPM-നെ വട്ടം ചുറ്റിച്ചപ്പോൾ ജയരാജന് മനസ്സിലായി, കാലന് മനസ്സിലായി, പിന്നെയാണോ പിണറായി തമ്പുരാൻ? ഇനിയോ വയനാട് ദുരന്തത്തിൽ സഹായധനത്തിനായി DYFI പോർക്ക് ഫെസ്റ്റ് നടത്തിയത് വളരെ ആലോചിച്ചെടുത്ത നീക്കമാണ്. എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ നിസ്കാരത്തിന്റെ പേരിൽ ഒരു ക്രിസ്ത്യൻ വൈദികനെ കുറെ ഇസ്ലാമിക മതമൗലികവാദികൾ തടഞ്ഞു വെച്ച സംഭവം ഉണ്ടായത് എന്ന് ഓർക്കേണ്ടതുണ്ട്. നോക്കൂ, വയനാടിന്റെ ആ ദുരന്തത്തിലേക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി പന്നി ഫെസ്റ്റ്, പോർക്ക് ഫെസ്റ്റ്, ഞമ്മന്റെ സുഡാപ്പികൾക്ക് ഹലാലായിട്ടുള്ള ഈ പന്നി ഫെസ്റ്റ് നടത്തിയത് എറണാകുളം ജില്ലയിലെ DYFI-കാരാണ്. അവരൊന്നും അറിയാണ്ട് കളിക്കില്ല. അവർ ഗ്രൗണ്ട് റിപ്പോർട്ട് അവർക്കറിയാം. എങ്ങനെയാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ പാർട്ടി വിട്ടുകൊണ്ട് BJP-യിലേക്ക് ചേക്കേറുന്നതെന്ന് അവന്മാർക്കറിയാം. അതുകൊണ്ടാണ് പന്നി ഫെസ്റ്റ് നടത്തിയത്. ഏതെങ്കിലും കാലഘട്ടത്തിൽ, ഏതെങ്കിലും നാളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടെ പന്നി ഫെസ്റ്റ് നടത്തുക എന്നുള്ളത്? കേട്ടിട്ടുണ്ടോ? ബീഫ് ഫെസ്റ്റ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സുഡാപ്പി ജിഹാദികളെ സുഖിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകൾ എപ്പോഴും ചെയ്യുന്ന ഒന്നാണ് ബീഫ് ഫെസ്റ്റ്. അതിനൊക്കെ നേതൃത്വം നൽകി കണ്ണൂരിൽ നഗരത്തിന്റെ പ്രധാന തിരക്ക് പിടിച്ച റോട്ടിൽ തന്നെ ഒരു കാളക്കുട്ടിയെ കൊന്നുകൊണ്ട് അത് ചുടുചോര വാരി വിതറിക്കൊണ്ട് ഇവിടെ ബീഫ് ഫെസ്റ്റ് നടത്തിയവനുണ്ട്. എന്താ അവന്റെ പേര്? രാഹുൽ മാങ്കൂട്ടത്തിലോ എന്തോ ഒരു കുന്തത്തിലുള്ള മാങ്കൂട്ടക്കാരനോ ഒക്കെ ആയിരുന്നു. ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനം എവിടെ എത്തി എന്ന് ചിന്തിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഹിന്ദുവും ക്രിസ്ത്യാനിയും അന്നങ്ങോട്ട് ഒത്തു പിടിച്ചു കഴിഞ്ഞാൽ മലയും പോരും എന്ന് പോലെ തന്നെ കേരളം മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ പോർക്ക് ഫെസ്റ്റ് വരെ നടത്തേണ്ടി വന്നു. ആർക്ക്? ഇവിടെ സുഡാപ്പികളെ സുഖിപ്പിച്ച് ബീഫ് ഫെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന സുഡാപ്പികൾക്ക് വേണ്ടി നടന്നിരുന്ന, ജീവിച്ചിരുന്ന സഖാക്കന്മാർക്ക് ഈ പറയുന്ന പോർക്ക് ഫെസ്റ്റ് നടത്തേണ്ടി വന്നെങ്കിൽ, പന്നി ഫെസ്റ്റ് നടത്തേണ്ടി വന്നെങ്കിൽ, ഇവിടെ നമ്മൾ ഒത്തുപിടിച്ചാൽ കേരളമല്ല പിണറായി വിജയന്റെ തമ്പുരാന്റെ അപ്പുറത്ത് ഞമ്മന്റെ മഹോന്നതനുണ്ടല്ലോ അവനടക്കം പോരുമെന്നുള്ളതാ യാഥാർത്ഥ്യം. ഇനിയോ പൂഞ്ഞാറിൽ ക്രിസ്ത്യൻ ദേവാലയത്തിലെ വൈദികനെ പള്ളിമുറ്റത്തെ ആക്രമിച്ചപ്പോഴും കാരണഭൂതൻ എടുത്ത നിലപാട് ഇസ്ലാമിക കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു. നോക്കൂ, ഒരു ചർച്ച്, ഒരു ക്രൈസ്തവരുടെ ചർച്ചിൽ അവരുടെ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളി കോമ്പൗണ്ടിലേക്ക് ഇസ്ലാമിക ജിഹാദികൾ ഇരച്ചെത്തിക്കൊണ്ട് അവിടെ ശല്യം ചെയ്ത് ഒരു വൈദികനെ വാഹനം ഇടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതും ഇവിടെ മതേതരമാണെന്നും കാണിച്ച് ജിഹാദികളുടെ ആസനം നക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ കാരണഭൂതൻ മുഖ്യമന്ത്രി നിലപാടെടുത്ത്. എന്താ നിലപാടെടുത്തത്? അതിലെ പ്രതികളായ ഇസ്ലാമിക ജിഹാദികളെ പിടിച്ച് ഉള്ളിലിട്ടു. മാത്രമല്ല ഇത് ചെയ്തത് ശുദ്ധ ചെറ്റത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻസിന്റെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഞമ്മന്റെ പരട്ട ചങ്ങന ഇറങ്ങിയപ്പോൾ ഇസ്ലാമിക ജിഹാദികൾ അവരുടെ ഇസ്ലാമിക കേന്ദ്രങ്ങൾ ഞെട്ടിച്ചിരുന്നു. ഇതൊന്നും വെറുതെ ആകസ്മികമായി സംഭവിക്കുന്നതല്ല. ഇനിയോ ഇപ്പോഴത്തെ മാപ്പിള കലാപം കൊണ്ട് നേട്ടം CPM-ന് തന്നെയാണ്. അതിന്റെ ക്ലൈമാക്സ് ആണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ കേരളം കണ്ടത്. പാർട്ടി ഘടകങ്ങളിൽ ഇസ്ലാമികവാദികൾ കൂടുതൽ
മുതൽ എത്താതിരിക്കാനും പാർട്ടി ഘടകങ്ങളുടെ നിയന്ത്രണം പഴയ പോപ്പുലർ ഫ്രണ്ടുകാർ ഏറ്റെടുക്കാതിരിക്കാനും ഇത്തവണത്തെ സമ്മേളനങ്ങളിൽ CPM ശ്രമിക്കുന്നു എന്നാണ് പാർട്ടി സുഹൃത്തുക്കൾ പറയുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്നത് വേറെ കാര്യം. നോക്കൂ, CPM-ന്റെ ചെറിയ താഴേക്കിട മുതൽ മേലേക്കിടയുള്ള സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരോപിക്കപ്പെടുന്ന വലിയൊരു ആരോപണമാണ് ഇസ്ലാമിക കൊടും ഭീകരന്മാർ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം സകലതും പൂർണ്ണമായിട്ടും CPM-ന്റെ ആ ചുവന്ന ആ കോണകത്തിലേക്ക് അങ്ങോട്ട് വലിഞ്ഞു കയറി എന്നുള്ളത്. അപ്പൊ അത് വലിഞ്ഞു കയറിയില്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് BJP-ക്കാരുടെയോ കോൺഗ്രസ്സുകാരുടെയോ ആവശ്യമല്ല. ആരുടെ ആവശ്യമാണ്? ആ ആവശ്യമാണ് ഞമ്മന്റെ കാരണഭൂതൻ ഇന്നിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൂഞ്ഞാറിലെ വൈദികനെ കൊല്ലാൻ ശ്രമിച്ച ഇസ്ലാമിക ഭീകരന്മാരെ പച്ചയ്ക്ക് പറഞ്ഞു. പിന്നെയോ ഇവിടെ ഇസ്ലാമിക ജിഹാദികൾ മതം മാറ്റം നടത്തിക്കൊണ്ടും ISIS-ലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടും രംഗത്തുണ്ട് എന്ന് നമ്മുടെ ജയരാജേട്ടൻ പറഞ്ഞു. പിന്നെയോ ഈ പിണറായി തമ്പുരാൻ പറഞ്ഞു. ഈ അൻപറിക്ക പറഞ്ഞതൊന്നും സത്യമല്ല. അൻപറി വെറും ഒരു ഡേഷാണ്, ഈ രോമത്തിന്റെ വില പോലും ഇല്ലാത്ത ഒരുത്തനാണെന്നും പറഞ്ഞ് ചെവിയിൽ തൂക്കി പുറത്തോട്ടിട്ടു. ഇതൊന്നും വെറുതെയല്ല, ഇതൊക്കെ ഗ്രൗണ്ട് റിപ്പോർട്ട് അറിയുന്ന ആഭ്യന്തരമന്ത്രി പിണറായി തമ്പുരാന് കൃത്യമായിട്ട് കളിയറിഞ്ഞ് കളിക്കുക തന്നെയാണ്, കളമറിഞ്ഞ് കളിക്കുക തന്നെയാണ്. ഇനിയും എന്തായാലും അൻപറിക്കും പഴയ സിമി തീവ്രവാദി നേതാവിനും വിവാദ കച്ചവടക്കാരനും നല്ല പണി കാത്തിരിക്കുന്നുണ്ട് എന്നുറപ്പ്. കാരണഭൂതന്റെ കളികൾക്ക് ഹിക്ക കാണാൻ പോകുന്നതേയുള്ളൂ. എന്തായാലും അൻവർ ഹിക്കയും പഴയ സിമി തീവ്രവാദി. ഏതാ സിമി തീവ്രവാദി? ഇവിടെ NDF എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സിമി എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നോക്കൂ, ഇവിടെ 6.5 പതിറ്റാണ്ട് കട്ടുമുടിച്ച രാജ്യത്തെ നാശത്തിലേക്ക് തള്ളിവിട്ട കോൺഗ്രസ് സർക്കാർ നിരോധിച്ച ഒരു സംഘടനയുണ്ട്. അതിന്റെ പേരെന്താ? സിമി എന്നായിരുന്നു ആ സംഘടനയുടെ പേര്. ആ സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാവിന്റെ പേരെന്താ? KT ജലീൽ എന്നായിരുന്നു. ആ സിമി എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? രാജ്യദ്രോഹ വിധ്വംസക തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിലായിരുന്നു. ആ നിരോധിക്കപ്പെട്ട സംഘടനയിൽ നിന്നും സിമിയിൽ നിന്നും സമുന്നത നേതാവ് KT ജലീൽ എവിടേക്കാ വന്നത്? ആദ്യം ലീഗിലേക്ക് വന്നു. പിന്നെയോ ലീഗിൽ നിന്നും മെല്ലെ കളറ് മാറി ചുവന്ന ഈ പിണറായി തമ്പുരാന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് CPM സ്വതന്ത്രനായി മത്സരിച്ച് മന്ത്രിയായി. പിന്നെയോ ഈ പറയുന്ന ഖുറാനിലും ഈന്തപ്പഴത്തിനുള്ളിലും സ്വർണം കള്ളക്കടത്ത് നടത്തിയോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ട് അവിടെ നിന്ന് പുറത്തായി. പിന്നെയോ ഇപ്പൊ മന്ത്രിയല്ല, ഇപ്പൊ സ്വതന്ത്രനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവനൊക്കെയാണ് മാപ്പിളസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ മലപ്പുറത്തെ ഇസ്ലാമിക ജിഹാദികളുടെ കളിത്തൊട്ടിലായി ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ മാപ്പിള കലാപകാരികൾ എന്ന് പച്ചയ്ക്ക് പറയുകയാണ് ജിതിൻ ജേക്കബ്. ഇനിയോ അവസാനമായിട്ട് പിൻകുറിപ്പായിട്ട് അദ്ദേഹം ചേർക്കുകയാണ് CPI വിപ്ലവ നേതാവ്. ഇതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. അവസാനം ഒരു ഖണ്ഡികയുണ്ട്, അതുകൂടി കേൾക്കേണ്ടതാ. CPI വിപ്ലവ നേതാവ് മുഹമ്മദ് മുഹസിൻ MLA, അതായത് പട്ടാമ്പി MLA-യുടെ കാര്യമാണ് പറയുന്നത്. ഉംറയ്ക്ക് പോയിരിക്കുകയാണ് അത്രേ. അതായത് ഇവരുടെ ഇസ്ലാമിക ആചാരപ്രകാരമുള്ള ഉംറയുണ്ടല്ലോ, അത് നിർവഹിക്കാൻ വേണ്ടി പോയതാ. ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഏറ്റവും സമുന്നതായ CPM നേതാവായിട്ടുള്ള ഈ ചങ്ങാതി പോയിരിക്കുകയാ. കാരണം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലുള്ളത് എന്താ? മാനവ രക്ത. എന്നിട്ടോ എവിടേക്കാ പോകുന്നേ? ഞമ്മന്റെ അതിനെ വലം വെക്കാൻ വേണ്ടി പോവുക. അതാണ് ഈ പറയുന്നത്. ഉംറയ്ക്ക് പോയിരിക്കുകയാണ് അത്രേ. ആ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ സിംഹം ഉംറ കഴിഞ്ഞ് ഇസ്ലാമിക മതാചാരം കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നിട്ട് വേണം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് നാട്ടിലെ മതിലുകളിൽ എല്ലാം എഴുതി വെക്കാൻ. ഞമ്മന്റെ മണ്ടന്മാരായിട്ടുള്ള ഈ ക്രിസ്ത്യൻ മണ്ടന്മാരായിട്ടുള്ള ഹിന്ദു സഖാക്കന്മാരെ കൊണ്ട് എഴുതിപ്പിക്കാൻ എന്നതാണ് പിൻകുറിപ്പായി കൊടുത്തിരിക്കുന്നത്. പിൻകുറിപ്പ് ഒന്നുകൂടെ വായിക്കാം. CPM വിപ്ലവ നേതാവ് മുഹമ്മദ് മുഹസിൻ MLA ഈ ഉംറയ്ക്ക് പോയിരിക്കുകയാണ് അത്രേ. ആ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ സിംഹം ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വേണം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് നാട്ടിലെ മതിലുകളിൽ എല്ലാം എഴുതി വെക്കാൻ. ഇതിന്റെ കൂടെ ഞാനുകൂടി കൂട്ടിച്ചേർക്കുകയാണ്, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് എന്താ? മതേതര മനുഷ്യരക്തമാണ്. എന്നാലോ ഞമ്മന്റെ ആൾക്കാരുടെ മതാചാരമായിക്കോട്ടെ അനുഷ്ഠാനമായിക്കോട്ടെ അതിനൊക്കെ ഞമ്മൻ പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഹിന്ദു ആരായി, ക്രിസ്ത്യൻ ആരായി? സഖാക്കന്മാരായുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും 3 വട്ടം ചിന്തിക്കേണ്ടതുണ്ട്. അത് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് കനലൊരു തരിയായി ഇപ്രാവശ്യവും ലോക്സഭയിൽ ഇവിടെ അവശേഷിച്ചത്. പിന്നെയോ BJP തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നു. പിന്നെയോ പിണറായി വിജയൻ അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള അടക്കി ഭരിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അടക്കി ഭരിച്ച ഈ 140 മണ്ഡലങ്ങളിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തി എന്നുള്ളത് അറിയുമ്പോൾ
പറഞ്ഞപ്പോൾ ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള സഖാക്കന്മാരും കോൺഗ്രസ്സുകാരും കൃത്യമായിട്ട് BJP-യിലേക്ക് ഒഴുകിയെത്തുന്നു. അവർക്ക് മനസ്സിലായി ഈ രാജ്യത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ. ആ കൂട്ടരുടെ പേരെന്താണ് മക്കളെ? RSS എന്ന് പറയുന്ന 3 അക്ഷരത്തിന് കീഴിലുള്ളവർ തന്നെയാണ്. അത് BJP ആയാം, VHP ആയാലും, ഹിന്ദു ഐക്യവേദിയായാലും പല സംഘടനകൾ കാണുമെങ്കിലും എല്ലാതും അടങ്ങിയിരിക്കുന്നത് 3 അക്ഷരത്തിലാണ്. ആ 3 അക്ഷരത്തിന്റെ എന്റെ മാതൃസംഘടനയുടെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘ്, RSS എന്ന് പറയുന്ന ആ 3 അക്ഷരം. അതിന് കീഴിലെ ഇനി ഇവിടെ ജീവിക്കാനാവുകയുള്ളൂ. ലോകത്താകമാനം ഇനി ആ ഒരു സംഘടനയ്ക്ക് മാത്രമേ ലോകത്തെ രക്ഷിക്കാനാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ വിദ്യാസമ്പന്നരായിട്ടുള്ള പ്രബുദ്ധരായിട്ടുള്ള മലയാളികളും മാറി എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഞമ്മന്റെ പരട്ട ചങ്കനടക്കമുള്ള പിണറായി തമ്പുരാൻ, ഈ അൻപറി കാക്കയടക്കമുള്ള ഇവിടത്തെ 2024 മാപ്പിള കലാപം ഉണ്ടാക്കാൻ വേണ്ടിയും ഈ കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയും ഇവിടത്തെ കള്ളക്കടത്തുകാർക്കും മയക്കുമരുന്നുകാർക്കും ഇവിടത്തെ കൊള്ള സംഘങ്ങൾക്കും വിലസാൻ വേണ്ടി ഇവിടത്തെ പോലീസ് സംവിധാനത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട്, ചവിട്ടി അരച്ചുകൊണ്ട്, പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടും പലവിധ രീതിയിൽ അവരെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഈ രാജ്യദ്രോഹികൾ കലാപകാരികൾ തന്നെയാണ്. ഏതാണ് കലാപകാരികൾ? മാപ്പിള കലാപകാരികൾ തന്നെയാണ് എന്ന് ജിതിൻ ജേക്കബ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സമർത്ഥിക്കുകയാണ്. ഇനി അൻപറിക്ക് അടക്കമുള്ള ഈ ജലീലുമാരടക്കമുള്ള കാരാട്ട് റസാക്കുമാരടക്കമുള്ള പല ജിഹാദികളുടെയും വീട് NIA വളഞ്ഞുകൊണ്ട് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെ തീഹാർ ജയിലിൽ നിമിഷ നേരം കൊണ്ട് അടച്ചിട്ടുള്ള അവർ ഇനി ഇവന്മാരെയൊക്കെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുമെന്നുള്ള ആ ഒരു വിശ്വാസം, കേന്ദ്ര സർക്കാരിലുള്ള വിശ്വാസം, RSS-ലുള്ള വിശ്വാസം മാത്രമേ ഈ കേരളത്തിലെ ഓരോ മലയാളിക്കും ഇനി രക്ഷയുള്ളൂ, ഞമ്മന്റെ ഇസ്ലാമിക ജിഹാദികൾ ഒഴികെ എന്ന് കൂട്ടിച്ചേർക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.